ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും LGS എക്സാമിന് നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, മലയാളം മിഷൻ ഇപ്പോഴത്തെ ഡയറക്ടർ ആര്? മുരുകൻ കാട്ടാക്കട തന്നെയാണ്, മാറിയിട്ടില്ല. മുരുകൻ കാട്ടാക്കട, ഓപ്ഷൻ സി ആണ് ആൻസർ. ഇത് 2022 നടന്ന ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, കെ ഫോൺ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് 2020-21 കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ, 2020-21. മൂന്നാമത്തെ ചോദ്യം, പശ്ചിമഘട്ടം കടന്നു പോകാത്ത ജില്ല ആലപ്പുഴയാണ്. ഓപ്ഷൻ ബി ആലപ്പുഴ. നാലാമത്തെ ചോദ്യം, റിപ്പോ നിരക്ക് എന്നാൽ എന്താണ് ഈ റിപ്പോ നിരക്ക്? റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകളിൽ നിന്നും ഈടാക്കുന്ന പലിശയാണ് റിപ്പോ നിരക്ക് കേട്ടോ. റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകളിൽ നിന്നും ഈടാക്കുന്ന പലിശയാണെന്ത്? റിപ്പോ നിരക്ക്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. കേരളിന് സാമ്പത്തിക സഹായം നൽകുന്ന ഏജൻസി GICA കേട്ടോ. GICA ആണ്, ഓപ്ഷൻ എ ആണ് ആൻസർ. ആറാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപ് ഏതാണ്? മാജുലിയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപ് ഏതാണ്? മാജുലി, ഓപ്ഷൻ ഡി ആൻസർ. ഏഴാമത്തെ ചോദ്യം നോക്കാം. 3 അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്, ഓപ്ഷൻ എ ആണ് ആൻസർ. 3 അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാള്. എട്ടാമത്തെ ചോദ്യം, ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം ഇന്ദിരാ പോയിന്റ് കേട്ടോ. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം ഇന്ദിരാ പോയിന്റ്. ജറവ ആദിവാസി നിവാസികൾ വസിക്കുന്ന സ്ഥലം നോർത്ത് സെന്റിനറി ദ്വീപാണ്. ജരാവ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് കേട്ടോ. ജരാവ ആദിവാസി നിവാസികൾ വസിക്കുന്ന സ്ഥലം ഏതാണ്? നോർത്ത് സെന്റിനറി ദ്വീപാണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. പത്താമത്തെ ചോദ്യം, അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് മിതാലി രാജാണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് മിതാലി രാജ്. 11ാമത്തെ ചോദ്യം, ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭുവാണ് കേട്ടോ. കഴ്സൺ പ്രഭുവാണ്. 12ാമത്തെ ചോദ്യം, നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹി, ഓപ്ഷൻ ഡി ന്യൂഡൽഹി. 13ാമത്തെ ചോദ്യം, സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യ കേട്ടോ. സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് രാജ്യം ഇന്ത്യയാണ്. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല പാലക്കാടാണ് കേട്ടോ. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏതാണ്? ഓപ്ഷൻ എ പാലക്കാട്. 15ാമത്തെ ചോദ്യം, ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്നത് എന്താണ്? ദേശീയപാത പദ്ധതിയാണ് കേട്ടോ. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്നത് ദേശീയപാത പദ്ധതിയാണ് കേട്ടോ അറിയപ്പെടുന്നത്, ഓപ്ഷൻ ബി. 16ാമത്തെ ചോദ്യം, ജിന്ന ഇന്ത്യ വിഭജനം സ്വാതന്ത്ര്യം എന്ന ഗ്രന്ഥം രചിച്ചത് ജസ്വന്ത് സിംഗ് ആണ്. ജിന്ന ഇന്ത്യ വിഭജനം സ്വാതന്ത്ര്യം എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? ജസ്വന്ത് സിംഗ്. 17ാമത്തെ ചോദ്യം, വാഗൺ ട്രാജഡി നടന്ന റെയിൽ റൂട്ട് ഏതാണ്? തിരൂർ പോത്തന്നൂർ കേട്ടോ. തിരൂർ പോത്തന്നൂർ റൂട്ടാണ്. 18ാമത്തെ ചോദ്യം നോക്കാം. കടയ്ക്കൽ വിപ്ലവം നയിച്ചത് ഫ്രാങ്കോ രാഘവൻ പിള്ള. കടയ്ക്കൽ ഫ്രാങ്കോ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇയാളാണ് കേട്ടോ. കടയ്ക്കൽ വിപ്ലവം നയിച്ചത് ഫ്രാങ്കോ രാഘവൻ പിള്ളയാണ്, ഓപ്ഷൻ ഡി ആൻസർ. 19ാമത്തെ ചോദ്യം, കണ്ണീരും കിനാവും എന്ന ആത്മകഥ ആരുടെയാണ്? VT ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാട്. 20ാമത്തെ ചോദ്യം, ബാണാസുര സാഗർ അണക്കെട്ടുമായി ബന്ധമുള്ളത് ഏതിനാണ്? കാവേരി നദിക്കാണ് കേട്ടോ. കാവേരി, കാരണം കാവേരി നദിയുടെ പോഷക നദിയായ കബനി നദിയിലാണ് ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതാണ് ആ കണക്ഷൻ വരുന്നത് കേട്ടോ. 21ാമത്തെ ചോദ്യം, ഭരണഘടന ആർട്ടിക്കിൾ 25(1) ബന്ധപ്പെട്ടതാണ് മതസ്വാതന്ത്ര്യമാണ് കേട്ടോ. ഭരണഘടന ആർട്ടിക്കിൾ 25(1) ബന്ധപ്പെട്ട എന്താണ്? ഓപ്ഷൻ എ മതസ്വാതന്ത്ര്യം. 22ാമത്തെ ചോദ്യം നോക്കാം. ഭരണഘടന പ്രകാരം മൗലിക കർത്തവ്യങ്ങൾ എത്രയാണ്? 11 കേട്ടോ. ഭരണഘടന പ്രകാരം മൗലിക കർത്തവ്യങ്ങൾ എത്രയാണ്? 11, ഓപ്ഷൻ സി ആൻസർ. 23ാമത്തെ ചോദ്യം, ഭാരത് സ്റ്റേജ് BS മലിനീകരണ നിയന്ത്രണ മാനദണ്ഡം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2000 കേട്ടോ.
ഭാരത് സ്റ്റേജ് മലിനീകരണ നിയന്ത്രണ മാനദണ്ഡം നിലവിൽ വന്ന വർഷം എന്നാണ്? ഓപ്ഷൻ ബി 2000. 24ാമത്തെ ചോദ്യം നോക്കാം. വിവരാവകാശ നിയമപ്രകാരം ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ തന്നെയാണ് ശരിയല്ലാത്തത്. അപേക്ഷകന്റെ പേര് വെളിപ്പെടുത്തൽ നിർബന്ധം എന്നുള്ളത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. നിർബന്ധമില്ല കേട്ടോ. 25ാമത്തെ ചോദ്യം നോക്കാം. മാനവ വികസന സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 131 കേട്ടോ. ഇത് 2022 കണക്ക് പ്രകാരം കേട്ടോ. ഈ ചോദ്യപേപ്പറിൽ 25ഓളം ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ആയിരുന്നു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഈ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ കൃത്യമായി പഠിക്കുക.